പാകിസ്ഥാനാണല്ലോ യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിലിൻ്റെ ഇപ്പോൾ തലപ്പത്തിരിക്കുന്നത്, ചെയർ പൊസിഷനിൽ. അപ്പോൾ അവർ ഗാസയെക്കുറിച്ച് ഭയങ്കരമായിട്ട് വിഷമിച്ച് ഭയങ്കര സങ്കടപ്പെട്ട് ദുഃഖിതരായി വലിയ രീതിയിൽ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ വായിച്ച്, അതായത് പാകിസ്ഥാൻ്റെ ഫോറിൻ മിനിസ്റ്റർ ഇഷാഖ് ദാർ ആണ് വായിച്ചത്. വായിച്ച് എല്ലാവരുടെയും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നേടി വളരെ സന്തോഷത്തിൽ ഇരുന്ന സമയത്ത് ഒരു വിഷയം കൂടി അവർ പറഞ്ഞു. അതായത് കാശ്മീർ വിഷയം ഇതേപോലെ ചർച്ചയ്ക്കെടുക്കണം. അതുപോലെ തന്നെ ഇൻഡസ് വാലി വാട്ടർ ട്രീറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയുടെ സൈഡിലുള്ള റെസ്പോൺസും ഇതുമായിട്ട് ബന്ധപ്പെട്ട് വാക്കുകൾ കൂടി കൂട്ടിച്ചേർത്താണ് ആ ഒരു പ്രസംഗം അവസാനിപ്പിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും ഗാസ മാത്രമാണെങ്കിൽ വിഷയമല്ല, ഇന്ത്യയും പറഞ്ഞ സ്ഥിതിക്ക് ഇന്ത്യയുടെ റെപ്രസെൻറ്റേറ്റീവിന് അതിനെ കൗണ്ടർ ചെയ്യേണ്ട ബാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു ടൈം ലൈൻ ഇസ്രായേലിന് ആദ്യത്തെ സമയം കൊടുത്തു, പിന്നെ ഇന്ത്യക്ക് കൊടുത്തു ടൈം. അപ്പോൾ ഇന്ത്യയുടെ ടൈമിൽ വളരെ വ്യക്തമായിട്ട് ഇന്ത്യ ശക്തമായി തന്നെ ആഞ്ഞടിച്ചു, ആദ്യം നിങ്ങൾ ക്രോസ് ബോർഡർ ടെററിസം നിർത്തുക. അതായത് ഇപ്പം നിലവിൽ അമേരിക്ക ഉൾപ്പെടെ ഈ ഒരു TRF എന്ന് പറഞ്ഞ ആ ഒരു സംഘടനയെ, TRF എന്ന് പറഞ്ഞ സംഘടന ഡയറക്റ്റായിട്ട് ലഷ്കറുമായിട്ട് ബന്ധമുള്ള സംഘടനയാണെന്നുള്ളത് സ്ഥാപിക്കപ്പെട്ട് ഇപ്പം അതിനെ തീവ്രവാദ പട്ടികയിൽ കൊള്ളിച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾ കണ്ടില്ലേ, വായിച്ചില്ലേ എന്നൊക്കെ ചോദിച്ച് നല്ല രീതിയിലുള്ള ഉത്തരം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഇത് ഗ്ലോബൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുന്നത് പാകിസ്ഥാൻ്റെ ഡബിൾ സ്റ്റാൻഡേർഡ്. ഗാസയ്ക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കുന്ന പാകിസ്ഥാൻ, അതേസമയം ഇന്ത്യയിലുള്ള ജനങ്ങൾക്കെതിരെ തീവ്രവാദം പ്രവർത്തിപ്പിക്കാൻ ഒരു മടിയും കാണിക്കുന്നില്ല എന്നുള്ള രീതിയിൽ ഡബിൾ സ്റ്റാൻഡേർഡ്, പാകിസ്ഥാന്റെ ഡബിൾ സ്റ്റാൻഡേർഡ് എക്സ്പോസ് ചെയ്യുന്ന രീതിയിലാണ് വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ പ്രിപ്പയറിംഗ് ഫോർ എ സിഗ്നിഫിക്കൻറ്റ് ഓപ്പറേഷൻ ഇൻ യമൻ. യമനിലേക്ക് വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഇസ്രായേൽ. അതിനോടൊപ്പം ഒരു വിഷയം കൂടി അറ്റ്ലാന്റിക് കൗൺസിലിൽ നിന്നും വരുന്നുണ്ട്. അറ്റ്ലാന്റിക് കൗൺസിലിൽ അനലിസ്റ്റ് എലിസബത്ത് ബ്രോ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയെ റെഡ് സീയിലേക്ക് കൊണ്ടുവരണം. ഇന്ത്യയെ കൊണ്ട് മാത്രമേ റെഡ് സീയിലെ ആ ഒരു ട്രേഡ് റൂട്ട് സെക്യൂർ ചെയ്യാൻ കഴിയുള്ളൂ. ഈ വർദ്ധിച്ചു വരുന്ന ഹൂത്തികളുടെ ആക്രമണം, ഇറാൻ്റെ ഭീഷണി, ഇതെല്ലാം തന്നെ ഇന്ത്യയെ കൊണ്ട് മാത്രമേ കൗണ്ടർ ചെയ്യാൻ പറ്റൂ എന്നാണ് അറ്റ്ലാന്റിക് കൗൺസിലിൽ ഉന്നയിച്ച ഒരു ഉപദേശം. ഇന്ത്യ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു രീതിയിൽ റെസ്പോണ്ട് ചെയ്തിട്ടില്ല. പക്ഷേ ഈ രീതിയിൽ ഒരു ഐഡിയ, ഒരു പ്ലാൻ രൂപപ്പെട്ട് വരുന്നുണ്ട്. ഇത് വെസ്റ്റിൻ്റെ പ്ലാനാണ്. കാരണം ഏറ്റവും കൂടുതൽ യൂറോപ്യൻ കൺട്രീസാണ് ഇതിൽ അഫക്റ്റഡ് ആവുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് തീർച്ചയായിട്ടും വരുന്ന ക്വാഡ് സബ്മീറ്റിൽ, ഓഗസ്റ്റ് 2nd വീക്കിൽ ഇന്ത്യക്കുള്ളിൽ നടക്കുന്ന ക്വാഡ് സബ്മീറ്റിൽ ഈ വിഷയം അമേരിക്ക അജണ്ടയിൽ എടുത്തുകൊണ്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അറ്റ്ലാന്റിക് കൗൺസിൽ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, അവർ ശരിക്കും അറ്റ്ലാന്റിക് കൗൺസിൽ ത്രൂ ആണ് പല വിഷയങ്ങളും അമേരിക്കയുടെ ഉള്ളിൽ ഈ വെസ്റ്റേൺ കൺട്രീസ് പുഷ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ അറ്റ്ലാന്റിക് കൗൺസിലിൽ ഈ ഒരു റിക്വസ്റ്റ് എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അമേരിക്ക ഈ ഒരു വിഷയവുമായിട്ട് വരും, അത് 100% ഉറപ്പാണ്. പക്ഷേ ഡിസിഷൻ അൾട്ടിമേറ്റ്ലി ഇന്ത്യയുടേതാണ്. അതും കൂടി നമ്മളിവിടെ പറഞ്ഞു വെക്കേണ്ടതുണ്ട്. ഇറാനിൽ സുപ്രീം കൗൺസിൽ മെമ്പർ അഹ്മദ് തൗക്കോലി എന്ന വ്യക്തിയെ, ഈ സുപ്രീം കൗൺസിലിലെ മെമ്പറെ മരിച്ച നിലയിൽ കണ്ടെത്തി. അത് എന്താണ് സംഭവം, എങ്ങനെ സംഭവിച്ചു എന്നതിനെക്കുറിച്ച് വിവരങ്ങളൊന്നും ഡീറ്റെയിൽ ആയിട്ട് പുറത്തു വന്നിട്ടില്ല. ഇയാൾ ഇറാനിലെ സുപ്രീം കൗൺസിൽ എന്ന് പറയുമ്പോഴത്തേക്കും ആയത്തുൽ ഖമനയുമായിട്ട് വളരെ ക്ലോസ് കോണ്ടാക്റ്റിലുള്ള വ്യക്തികളിൽ ഒരു ആളാണ് ഈ മരിച്ച നിലയിൽ കണ്ടെത്തിയത് എന്ന വാർത്ത വന്നിരിക്കുന്നത്. സിറിയ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് അവർ ഈ അൽ സുവൈദയിൽ നടന്ന ആക്രമണത്തിനെ കുറിച്ച് വിലയിരുത്തി ഒരു റിപ്പോർട്ട് പുറത്തിറക്കിയിട്ടുണ്ട്. ആ റിപ്പോർട്ട് വായിച്ചപ്പം എനിക്ക് തന്നെ മനസ്സിലായി, ഇതുപോലത്തെ ഒരു റിപ്പോർട്ട് ആർക്കും കൊടുക്കാൻ കഴിയില്ല. അവർ പറഞ്ഞിരിക്കുന്നത് സിറിയ ഡിഫൻസിൻ്റെ യൂണിഫോം ധരിച്ചുകൊണ്ട് ആരെന്നറിയാത്ത കുറച്ച് വ്യക്തികൾ അൽ സുവൈദ മേഖലയിൽ കടന്നു കയറി പല രീതിയിലുള്ള അതിക്രമങ്ങളും ക്രൂരതകളും കാണിച്ചു എന്നുള്ള രീതിയിലാണ് ഈ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. വളരെ മനോഹരമായ റിപ്പോർട്ട്. ഇതേപോലെ അഹമ്മദ് അൽ ജുലാനിക്ക് മാത്രമേ ഇങ്ങനത്തെ മനോഹരമായ റിപ്പോർട്ടുകൾ പുറത്തിറക്കാൻ കഴിയൂ. HTSന്റെ യൂണിഫോം ഇട്ടുകൊണ്ട് ആരോ പോയി അറ്റാക്ക് ചെയ്തെന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഇസ്രായേൽ ഫോറിൻ മിനിസ്റ്റർ സാർ ഗിദ്യോൻ ഉക്രൈൻ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വ്ളാഡിമിർ സെലൻസ്കിയെ മീറ്റ് ചെയ്ത് ഉക്രൈനിന് ഇസ്രായേലിൻ്റെ എല്ലാ സോളിഡാരിറ്റിയും പ്രഖ്യാപിച്ചുകൊണ്ട് അതുപോലെ തന്നെ റഷ്യയെ കണ്ടംപ്റ്റ് ചെയ്തുകൊണ്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് പുറത്തിറക്കിയത്. അത് ജസ്റ്റ് ഒരു ഫോർമാലിറ്റി മാത്രമാണ്, അത്രയേ ഉള്ളൂ. ദ വെരി നെക്സ്റ്റ് ഡേ തന്നെ സെലൻസ്കി അവിടെ പ്രൊട്ടസ്റ്റ് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. സെലൻസ്കിക്കെതിരെ ജനങ്ങൾ മൊത്തം തെരുവിലാണ്. ആദ്യത്തെ വീഡിയോ നിങ്ങൾ കണ്ടതാണല്ലോ. ഗാസയ്ക്കുള്ളിൽ സെൻട്രൽ ഗാസ ഭാഗത്ത് തകൃതിയായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേലിൻ്റെ എയർഫോഴ്സ്. അതുപോലെ തന്നെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ തന്നെ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട്. അതായത് അവർ മെഡിസിൻസ് ഒക്കെ, അത് കുട്ടികൾക്കുള്ള മെഡിസിൻ ഒക്കെ സൂക്ഷിച്ചു വെച്ചിരുന്ന ആ ഒരു സ്ഥലത്തും കൂടി അവിടെയൊക്കെ ചലനങ്ങൾ രൂപപ്പെട്ടു, ചില സ്ഥലങ്ങളിൽ ആക്രമണം നടന്നു എന്നും തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. യുദ്ധം നടക്കുന്നതിൻ്റെ ഇടയിലാണ് നമ്മൾ പോകുന്നത്, നമ്മുടെ ലൈഫിന് തന്നെ ഗ്യാരണ്ടി ഇല്ല എന്നുള്ള ഓരോ റെഡ് ക്രോസ് ഉദ്യോഗസ്ഥർക്കും UN ഉദ്യോഗസ്ഥർക്കും ഇതേപോലെ ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്ന ആൾക്കാർക്കും പ്രസ് റിപ്പോർട്ടർക്കും വരെ അറിയാവുന്ന കാര്യമാണ്. യുദ്ധഭൂമിയിൽ എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളുടെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടേക്കാം എന്നുള്ളത് ഓരോരുത്തർക്കും ഉത്തമ ബോധ്യത്തോടു കൂടിയാണ് അവിടെ പോകുന്നത്. അത് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് അവരവിടെ പോകുന്നത്. ഒരു കമ്പനിയും നിർബന്ധിച്ച് നിങ്ങളെ അങ്ങോട്ട് കയറ്റി വിടില്ല.
അപ്പോൾ അതുകൊണ്ട് സ്വന്തം താല്പര്യത്തിൽ അവിടെ പോയിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ അവിടെ നിന്നിട്ട് ഈ രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ കൊണ്ടുവരുന്നതിന് യാതൊരു പ്രസക്തിയില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇറാനിൽ ക്വാമിൽ ഒരു പൊട്ടിത്തെറി. ഇതും ഇറാൻ ഗ്യാസ് ബ്ലാസ്റ്റ് എന്നാണ് പറയുന്നത്. എന്ത് ഗ്യാസ് കൊണ്ട് പൊട്ടിത്തെറിക്കുന്നുള്ളത് നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഖോം എന്ന് പറഞ്ഞ ആ ഒരു സിറ്റിയിലാണ് ഈ ഒരു പൊട്ടിത്തെറി സംഭവിച്ചിരിക്കുന്നത്. അതേപോലെ ഇഷ്ഫഹാനിൽ രണ്ടാമതൊരു പൊട്ടിത്തെറി സംഭവിച്ചിട്ടുണ്ട്. ഇഷ്ഫഹാനിൽ മിനിഞ്ഞാന്നും ഇതേപോലെ ഒരു ബ്ലാസ്റ്റ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇന്നലെ വീണ്ടും ഒരു ബ്ലാസ്റ്റ് സംഭവിച്ചിട്ടുണ്ട്. ഇതും ഗ്യാസ് പൊട്ടിത്തെറി ആയിരിക്കാനാണ് സാധ്യത. പിന്നെ ഞാൻ അത് വീണ്ടും പറയുന്നില്ല. അങ്ങനെ ഇറാന്റെ ഉള്ളിൽ 2 സ്ഥലങ്ങളിൽ ഇന്നലെ പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. ഇത് ഇഷ്ഫഹാനിൽ ഒരു ടെക്നോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കത്തി നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രംഗമാണ് കാണാൻ കഴിയുന്നത്. ഇതൊരു ഗ്യാസ് ബ്ലാസ്റ്റ് എന്ന് തന്നെയാണ് പറയുന്നത്. ഇത് എന്ത് ഗ്യാസ് ബ്ലാസ്റ്റ് ആണെന്ന് ഇതുവരെ നമുക്ക് മനസ്സിലായിട്ടില്ല. അതുപോലെ തന്നെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ്. ഈ ഷോപ്പിംഗ് കോംപ്ലക്സ് ഇറാൻ്റെ തന്നെ നോർത്തേൺ ഭാഗത്തുള്ള ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ്. വീനസ് മോൾ എന്നാണ് ഈ ഒരു മോളിൻ്റെ പേര്. 2ാം നിലയിലാണ് ഒരു ബ്ലാസ്റ്റ് സംഭവിച്ച് ഇതുപോലെ തീ ആളി പിടിച്ചുകൊണ്ടിരിക്കുന്ന രംഗം നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ സുബൈദയുടെ ഉള്ളിൽ സ്ഥിതിഗതികൾ അത്ര ഭംഗിയല്ല. ആ സിറ്റിയുടെ നോർത്ത് വെസ്റ്റ് സൈഡിൽ നിന്നും നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഏറ്റവും കൂടുതൽ ഈ ബദുവിൻ ഗോത്രത്തിൽപ്പെട്ട ആൾക്കാർ ഇപ്പോഴും അവിടെ തമ്പടിച്ചിരിക്കുകയാണ്. ഇവരെന്ന് പറഞ്ഞാൽ ശരിക്കും നാടോടികളെ പോലെയാണ്. ഇവർ പോകുന്ന സ്ഥലത്തൊക്കെ ഇങ്ങനെ ടെൻ്റ് അടിച്ച് താമസിക്കും. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ ഇവരെല്ലാവരും തന്നെ ഈ കറുത്ത കളറിൽ യൂണിഫോം ഇട്ടിരിക്കുന്ന ആൾക്കാരൊക്കെ HTSൻ്റെ ആൾക്കാരാണ്. അവർ ഈ ബദുവിൻ ഗോത്രത്തിനെ സുവൈദയ്ക്ക് ഉള്ളിൽ കടത്തിവിടാതെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അത് നിലവിൽ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയൊക്കെ സമ്മർദ്ദമുള്ളത് കൊണ്ടാണ് അവർ ഈ ഒരു പ്രവൃത്തി ചെയ്യുന്നത്. ഡ്രൂസ് ഡിഫൻസ് ഫോഴ്സാണ് ഇപ്പം സുബൈദയുടെ ഉള്ളിലുള്ള സെക്യൂരിറ്റി മൊത്തം കൺട്രോൾ ചെയ്ത് നോക്കുന്നത്. അവർ ഏതാണ്ട് ഒരു 27,000 ആൾക്കാരേ ഉള്ളൂ ടോട്ടലി ഈ ഒരു ഡിഫൻസ് ഗ്രൂപ്പിൽ തന്നെ, മൊത്തത്തിൽ ഈ ഡിഫൻസ് ഫോഴ്സിൽ തന്നെ. ഡ്രൂസിൻ്റെ ഡിഫൻസ് ഫോഴ്സിൽ മൊത്തത്തിൽ 25,000 മുതൽ 27,000 ആൾക്കാരാണ് ഉള്ളത്. അപ്പോൾ അവർ തന്നെയാണ് ഇപ്പോൾ ഫുൾ ആൻഡ് ഈ ഒരു ഏരിയ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നിലവിൽ നമുക്ക് അറിയാൻ കഴിഞ്ഞൊരു വാർത്ത എന്ന് പറഞ്ഞാൽ ഈ ഒരു മാധ്യമ പ്രവർത്തകൻ അവിടെ ഹോസ്പിറ്റൽ വരെ കയറി സന്ദർശിക്കുന്നുണ്ട്. ആ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ നിരവധി മൃതശരീരങ്ങൾ ഇങ്ങനെ അടുക്കി പറക്കി വെച്ചിട്ടുണ്ട്. ഏകദേശം 2000-ഓളം വരും എന്നാണ് പറയുന്നത്. ഇതിനകത്തൊരു അമേരിക്കൻ പൗരനായിട്ടുള്ള ഒരു വ്യക്തിയും കൂടി ഈ ഇസ്ലാമിസ്റ്റുകൾ കൊലപ്പെടുത്തിയിട്ടുണ്ട്. അയാളുടെ പാസ്പോർട്ടും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി നമുക്കത് കാണിക്കാൻ സാധിക്കുന്നതല്ല. അപ്പോൾ ഇതാണ് നിലവിലെ സുവൈദയിലുള്ള അവസ്ഥ. തീർച്ചയായിട്ടും അവസരം കിട്ടിക്കഴിഞ്ഞാൽ യുവമാർ അകത്തോട്ട് കയറിപ്പോയി ആക്രമണം നടത്തുമെന്ന് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ ഉള്ളിലുള്ള ഡെവലപ്മെൻറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ ബെഞ്ചമിൻ നെതന്യാഹു ദോഹയിലേക്ക് പോയ സീസ് ഫയർ നെഗോസിയേഷന് വേണ്ടി പോയ ടീമിനെ തിരികെ വിളിച്ചിട്ടുണ്ട്. കാര്യം വേറെ ഒന്നുമില്ല, കുറേ നാൾ കൊണ്ട് ഈ ഒരു സീസ് ഫയർ ഇങ്ങനെ ലാഗ് ചെയ്ത് മുന്നോട്ട് പോവാണ്. ഹമാസ് ആണെങ്കിൽ കൃത്യമായ ഒരു തീരുമാനം പറയാൻ തയ്യാറല്ല എന്നുള്ളതാണ്. കാരണം അവരുടെ സൈഡിൽ ഒരുപാട് വീക്ക്നെസ് ഉണ്ട്. അവർ സ്ട്രോങ് അല്ല നെഗോഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ ഉള്ളിൽ 8 സോൾജേഴ്സ് കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇസ്രായേലിൻ്റെ ഉള്ളിൽ ഒരു കാർ അപകടം എന്ന് പറഞ്ഞാൽ ഒരു തീവ്രവാദ ആക്രമണമാണ്. കാർ ഓടിച്ചുകൊണ്ട് വന്നിട്ട് ഈ IDF സോൾജേഴ്സിൻ്റെ മേളിൽ കാർ ഓടിച്ചു വന്ന് കയറ്റി എന്നുള്ളതാണ് വാർത്ത. അപ്പോൾ ആ രീതിയിലുള്ള തീവ്രവാദ ആക്രമണമാണ് അവിടെ നടക്കുന്നത്. പിന്നെ ഹമാസിൻ്റെ നിലപാടിനെ വിമർശിച്ചുകൊണ്ട് പാലസ്തീൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു ഇസ്ലാമിക് ടീം വന്നിട്ടുണ്ട്. ഗാസയുടെ ഇസ്ലാമിക് അതോറിറ്റിയാണ് ഹമാസിൻ്റെ ഈ ഒരു ഹോസ്റ്റേജിനെ റിലീസ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളൊരു നിലപാടിനെ എതിർത്തുകൊണ്ട് ഹമാസ് കാണിക്കുന്നത് ഒട്ടും ശരിയല്ല എന്നുള്ള നിലപാട്. അതായത് ഹമാസിന് ഗാസയ്ക്കുള്ളിൽ തികച്ചും ഒരു 50%-ലധികം ജനങ്ങളും പൊതുജനങ്ങളും അതുപോലെ തന്നെ പല അതോറിറ്റികളും ഇൻക്ലൂഡിങ് പാലസ്തീനിയൻ അതോറിറ്റി വരെ ഇപ്പം എതിരായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് രൂപപ്പെട്ടു വരുന്നത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.